പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല നാടൻ പുട്ടും അതോടൊപ്പം ഗ്രീൻ പീസ് കറിയുമാണ്. അതിനാവശ്യമായി ഞാനിവിടെ അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് പച്ചരിയും, പശ കുറഞ്ഞ പച്ചരി, ഉണക്കലരി പറ്റില്ല, പശ കുറഞ്ഞ പച്ചരിയും, 1 ഗ്ലാസ് വെളുത്ത അരിയും, കുറുവ പറ്റില്ല, സാധാരണ വേഗം വേവുന്ന വെളുത്തരി. അങ്ങനെ രണ്ടും സമാസമം എടുത്തിട്ട് നന്നായിട്ട് നനച്ച് പൊടിച്ചെടുത്തതാണ്. അത് നല്ലപോലെ വറുത്തെടുത്തതാണ് ഈ പൊടി. സ്വാദിഷ്ടമായ ഗ്രീൻ പീസ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടി 2 ഗ്ലാസ് ഗ്രീൻ പീസ് തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചതാണ്. അത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മുടെ കുക്കറിൽ ഇട്ടിരിക്കുകയാണ്. മറ്റ് സാധനങ്ങൾ: 2 ടീസ്പൂൺ മല്ലി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് കറിവേപ്പില, കുറച്ച് ചെറിയുള്ളി, കുറച്ച് വെളുത്തുള്ളി, ഇത് പട്ടയും 1 ഏലക്കായും 2 ഗ്രാമ്പുവും കുറച്ച് പെരിഞ്ജീരകവുമാണ്. 1/2 ടീസ്പൂൺ കുരുമുളകാണ്, 1/4 ടീസ്പൂൺ ജീരകം, ഇഞ്ചി നിർബന്ധമാണ്, 1 കഷ്ണം, 1/2 മുറി നാളികേരവും. കുറച്ച് വെള്ളം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇളം ചൂടാണ് ഇതിന് വേണ്ടത്, തിളയ്ക്കാൻ പാടില്ല. അത് നമ്മൾ ഈ പുട്ടുപൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം ഈ പൊടിയിലേക്ക് നമ്മൾ ഈ പുട്ടിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് നല്ലപോലെ കുഴിച്ചെടുക്കാം. പൊടി നനയ്ക്കുമ്പോൾ ആദ്യം കുറച്ച് വെള്ളം പറഞ്ഞിട്ട് ഒന്ന് കുഴയ്ക്കുക. അതിനുശേഷം മതി പിന്നീട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഇത് കട്ട കെട്ടാനും പാടില്ല, നല്ല സ്മൂത്തായിരിക്കണം. ആ പരുവത്തിൽ വേണം വെള്ളം പാർന്നു കൊടുക്കാൻ. ഈ അരി നമ്മൾ മിക്സിയിൽ പൊടിക്കുമ്പോൾ വെള്ളത്തിൽ 1 മണിക്കൂറിട്ട് കുതിർത്ത ശേഷം നമ്മളത് ഒരു തോർത്തുമുണ്ടിൽ കഴുകി വാരി ഒരു തോർത്തുമുണ്ടിൽ കെട്ടി കുറച്ച് നേരം, ഒരു 5 മിനിറ്റ് നമ്മളതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി പരത്തി വെക്കണം ഫാനിൻ്റെ ചൂട്ടിൽ. അതിന് ശേഷമാണ് മിക്സിയിൽ പൊടിച്ചെടുക്കേണ്ടത്. കടയിൽ നിന്ന് വാങ്ങുന്ന പൊടികളേക്കാളും നല്ല ടേസ്റ്റായിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഇത് നമുക്ക് മില്ലിൽ കൊടുത്ത് പൊടിക്കേണ്ട ആവശ്യമില്ല. മില്ലിൽ കൊടുത്ത് കുറേ അധികം പൊടിച്ച് വെച്ചാൽ ഉണ്ടാക്കുന്ന പുട്ടിന് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാവില്ല, കുറേ കാലം അത് ഇരിക്കുന്നതുകൊണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇട്ടാൽ മതി. ആഴ്ചയ്ക്ക് 1 ദിവസമാണ് പുട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ ആ ആഴ്ചയ്ക്ക് 1 ദിവസം നമ്മൾ ഇങ്ങനെ ചെയ്താൽ നല്ല സ്വാദിഷ്ടമായ പുട്ട് നമുക്ക് കഴിക്കാൻ കഴിയും. അപ്പോൾ ഇത് കുഴച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പുട്ടുകുടത്തിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. പുട്ടുണ്ടാക്കുന്നതിനായിട്ട് പുട്ടുകുറ്റി ഗ്യാസിൻ്റെ ചെറിയ ബർണറിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കധികം തീയെ നഷ്ടമാവില്ല. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറ്റി ഇറക്കി വയ്ക്കാം. ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചില്ല് നേരെയാണോ എന്ന് നോക്കണം. അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണുന്ന പോലെ പുട്ടുപൊടി കംപ്ലീറ്റ് താഴേക്ക് പോകും. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് നാളികേരം ചിരവി വെച്ചിട്ടുണ്ട്. നല്ല നൈസായിട്ട് ചിരവി എടുത്തതാണ്. ഇത് കുറച്ച് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ നനഞ്ഞ് പാകമായ പൊടി ഇതാകണ്ടോ, നല്ല സ്മൂത്തായിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയാണെങ്കിൽ നിങ്ങൾ കുഴച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചു കൊടുത്താൽ മതി, നല്ല സോഫ്റ്റ് ആയിക്കോളും. പക്ഷേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടില്ല. നമുക്ക് ഇങ്ങനെ കുറേശ്ശിട്ട് കൊടുക്കാം. പണ്ട് കാലത്തൊക്കെ വീട്ടിൽ ഇടിച്ചിട്ടാണ് ഉണ്ടാക്കൽ. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മ ഉരലിലിടിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഇത് ഏകദേശം നിറയുന്ന സമയത്ത് നമുക്കിതിലേക്ക് നാളികേരം കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. നാളികേരം ഇഷ്ടമില്ലാത്തവർ ഇട്ടോളണമെന്ന് നിർബന്ധമില്ല. അതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഈ ഒരു കുറ്റിയിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കാം. നല്ലോണം അമർത്തി വെക്കണം, അല്ലെങ്കിൽ ആവി ദൂരേക്ക് പോകും. ഒരു 5 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഒറ്റ വിസിൽ മതി. ഈ കഷ്ണം ഇഞ്ചി നമുക്ക് നന്നായിട്ട് ചതച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഈ സാധനങ്ങളെല്ലാം വറുത്തെടുക്കണം. ഈ നാളികേരവും നന്നായിട്ട് ചുവക്കനെ വറുത്തെടുക്കണം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒഴിച്ചുള്ള ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്നിച്ച് നമുക്ക് വറുത്തെടുക്കാം.
മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നാളികേരം വറുത്ത ശേഷം അതിലിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ഇത് വറുക്കുമ്പോൾ വല്ലാതെ ചുമ വരും, പൊടി മൂക്കി കയറിയിട്ട്. അരയ്ക്കുമ്പോൾ കുറച്ച് നാളികേരം പച്ചയ്ക്ക് ഇതിലിടണം, ബാക്കിയുള്ള വറവ് കൂടി ഇതിലേക്ക് കൊട്ടാം. മല്ലി വറുത്തെടുക്കുമ്പോൾ കരിയാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കരിഞ്ഞു പോയാൽ കൂട്ടാനും കരിഞ്ഞ മണം ആയിരിക്കും. തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് വറുത്തെടുക്കുന്നത്. നോൺ സ്റ്റിക്കിൽ ഇത് വറുക്കരുത്. ഇങ്ങനെ കുഞ്ഞ് അലുമിനിയം ചീനച്ചട്ടി ആവുമ്പോൾ വേഗം സ്മൂത്ത് കിട്ടും, നാളികേരം നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം ഞാൻ ഈ മിക്സിയിൽ കുറച്ച് പച്ച നാളികേരവും ഈ വറുത്തെടുത്ത ഉള്ളിയും മല്ലിയും കുരുമുളകും ഒക്കെ കൂടി ഇട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒപ്പം നമ്മൾ ഇടാൻ പോകുന്നത് ഈ വറുത്തെടുക്കുന്ന നാളികേരമാണ്. നല്ലപോലെ വറുത്തെടുക്കണം. കുറച്ച് നേരം സമയമെടുത്ത് നമ്മൾ ചെയ്യണം. വറുത്തെടുത്ത നാളികേരം കൂടി ഞാൻ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ആറിയ ശേഷം അരച്ചെടുത്താൽ മതി. ആദ്യം ഒന്ന് കറക്കിയ ശേഷം പിന്നീട് ഒഴിച്ചാൽ മതി വെള്ളം. ഗ്രീൻ പീസ് വെള്ളം ചേർത്ത് വേവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഇഞ്ചി കഷ്ണം. ഇതിന് ശേഷം ഒരു വീസിൽ വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. പുട്ടിൻ്റെ ആവി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കൊണ്ട് തന്നെ വന്നിട്ടുണ്ട്. 5 മിനിറ്റ് തന്നെ വേണ്ട, വളരെ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഒന്ന് താത്തി കൊടുത്ത ശേഷം ഈ അടപ്പ് തുണി വെച്ച് വേണം തുറക്കാൻ. കൈ നമ്മൾ തൊടുമ്പോൾ പൊള്ളും. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. സ്റ്റീലിൻ്റെ ഈ പുട്ടുകുടത്തിന് ഭയങ്കര ടൈറ്റ് ആയിരിക്കും. അപ്പം നമ്മളൊരു കാര്യം ചെയ്താൽ മതി, ഇതുപോലെ ഒരു പ്രതലത്തിലേക്ക് ഇതിനെ മാറ്റുക. ഇതിനോട് ഈ തിട്ടിനോട് ചേർത്ത് ഈ കലം വെച്ചിട്ട് ഒരു കൈ കൊണ്ട് ഇവിടെ പിടിച്ചിട്ട് ഇത് ഇളക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് പോരും. ഇങ്ങനെ ഇളക്കി എടുക്കുക. ഒരു കൈ കൊണ്ട് ഇവിടെ പിടിക്കുകയും വേണം. അപ്പം നമ്മുടെ നാടൻ പുട്ടിങ്ങനെ വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് തണുത്ത ശേഷം നമുക്ക് കറിയും കൂട്ടി കഴിക്കാൻ നല്ല രുചിയായിരിക്കും. ആവി പറക്കുന്ന ഈ പുട്ട് ഒന്ന് ആറിയ ശേഷം കഴിച്ചാൽ മതി. 2 സൈഡും ഇതിൻ്റെ നാളികേരമുണ്ട്, നല്ല ടേസ്റ്റായിരിക്കും. എല്ലാവരും ട്രൈ ചെയ്യണേ. നമ്മുടെ ഗ്രീൻ പീസ് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി പെട്ടെന്ന് നിങ്ങൾക്ക് ആവി പോകണം എന്നുണ്ടെങ്കിൽ 2 വിസിൽ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 2 വിസിൽ അറിയാതെ വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, പൈപ്പിൻ്റെ ചോട്ടിൽ കൊണ്ടുപോയിട്ട് വെച്ചാൽ മതി. പെട്ടെന്ന് വിസിലിലെ ആവി പോയിക്കോളും. എന്നിട്ട് തുറക്കുക. അടുപ്പത്ത് വെച്ച ശേഷം ഗ്രീൻ പീസിലേക്ക് ഞാൻ ഈ അരപ്പ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നല്ലപോലെ തിളയ്ക്കണം. ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം. പോരെങ്കിൽ ചേർത്ത് കൊടുക്കണം. 5 മിനിറ്റ് തിളയ്ക്കാൻ അനുവദിക്കുകയാണ്. ഗ്രീൻ പീസ് കറിയിലേക്ക് ചെറിയ ഉള്ളി, തക്കാളി, കറിവേപ്പില ഇത് വറുത്തിട്ടാൽ കറിക്കൊരു പ്രത്യേക രുചിയായിരിക്കും. തക്കാളി നല്ല നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഉള്ളിയും വട്ടത്തിൽ അരിഞ്ഞെടുക്കണം. ചെറുതാക്കി അരിഞ്ഞാൽ മതി. കുറച്ച് കറിവേപ്പിലയും. നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി നല്ലോണം ബ്രൗൺ കളർ ആവണ വരെ ഇത് വറുത്തെടുക്കണം. ഒരുവിധം വറുത്താൽ ആ ടേസ്റ്റ് വരില്ല. ഉള്ളിയുടെ ഒരു മണം വരുന്നത് വരെ ഇത് നമ്മൾ ഈ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കണം. ഇപ്പോൾ ഉള്ളിയെല്ലാം മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നല്ല കളറായിട്ടുണ്ട്. കരിയരുത്. അതിലേക്ക് ഞാൻ ഈ തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ തക്കാളിയും നല്ലോണം മൊരിഞ്ഞു വരണം, അല്ലെങ്കിൽ പച്ച മണം ഉണ്ടാവും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു 5 മിനിറ്റോളം ഈ എണ്ണയും ഉള്ളിയും തക്കാളിയും ഇങ്ങനെ കിടന്ന് ഫ്രൈ ആയി വരട്ടെ. എൻ്റെ കറി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഈ ഗ്രീൻ പീസ് കറി റെഡിയാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഗ്രീൻ പീസ് വെന്ത് കുഴയരുത്. ഇങ്ങനെ ഊറ്റിയാൽ ഇങ്ങനെ ആയിരിക്കണം കഷ്ണം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലേ ഇതിൻ്റേതായ ഒരു രുചി ഉണ്ടാവുള്ളൂ. കുഴഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു രസമുണ്ടാവില്ല. ഇതിലേക്ക് നമ്മൾ ഈ വറുത്തെടുത്ത സാധനങ്ങൾ തക്കാളി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടിത് ഇളക്കി കൊടുക്കണം.
ഇതിൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് പിടിക്കാനുണ്ട്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നിങ്ങോട്ട് കുറുകി നല്ലൊരു കറിയായിട്ടുണ്ടാവും. പുട്ടിനൊപ്പം ഈ കറി കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും.